ഡിവോഴ്സ് ആയിട്ട് 5-6 കൊല്ലായി. അവർ രണ്ടാളും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഡിവോഴ്സ് ആവാന്ന്. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വോയിസ് കേൾക്കുമ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള അനീഷിൻ്റെ അനിയൻ്റെ വോയിസാണ്. 2-3 ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിലെ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പേജിൽ ഞാനൊരു FIR റിപ്പോർട്ട് ലീക്കായത് കണ്ടിരുന്നു. റിപ്പോർട്ട് ഓഫ് കോഴ്സ് ഇറ്റ്സ് അഗെയിൻസ്റ്റ് അനീഷാണ്. അനീഷിൻ്റെ ഭാര്യ അവരുടെ അനീഷിനും അനീഷിൻ്റെ ഫാമിലിക്കും എതിരെ കൊടുത്തിട്ടുള്ള ഒരു കേസാണ്. കേസിൽ പറയുന്ന കുറേ കാര്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നല്ല ചർച്ചയായിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അനീഷിൻ്റെ അനിയൻ്റെ ഒരു ഓഡിയോ എനിക്ക് കിട്ടിയത്. കാരണം നമ്മൾ ഏത് വിഷയവും സംസാരിക്കുന്നതിന് മുമ്പ് 2 സൈഡ് നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അനീഷിൻ്റെ സൈഡും അറിയണം, വൈഫിൻ്റെ സൈഡും അറിയണം. അപ്പോൾ വൈഫിൻ്റെ സൈഡിൽ നിന്നുള്ള സാധനങ്ങൾ മാത്രമേ ഇപ്പോൾ ലീക്കായിട്ടുള്ളൂ. അനീഷിൻ്റെ സൈഡ് അല്ലെങ്കിൽ അനീഷിൻ്റെ സൈഡ് എന്താണെന്നുള്ളത് നമുക്ക് ഓഫ് കോഴ്സ് അറിയില്ല. പിന്നെ ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് ഓപ്പോസിറ്റുള്ള വ്യക്തിയോട് ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള കേസ് വേണമെങ്കിലും ഉണ്ടാക്കാം, മാനിപ്പുലേറ്റ് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. കാരണം അതാണ് ഞാൻ അനീഷിൻ്റെ വൈഫ് അങ്ങനെ ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്, അതാണ് ഇന്നത്തെ ഒരു ലോകം. അപ്പം ഇങ്ങനൊരു കേസ് വരുന്ന സമയം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സൈഡിൽ നിന്ന് ഒരു റിപ്ലൈ റെസ്പോൺസ് കിട്ടണ്ടേ. ആൻഡ് സെക്കൻഡ് തിങ്, എത്രയോ കൊല്ലം മുമ്പ് നടന്നിട്ടുള്ള ഒരു ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ അതിൻ്റെ കാര്യങ്ങൾ ഇന്ന് കുത്തിപ്പൊക്കി ഇവിടെ കൊണ്ടുവരേണ്ടത് അനീഷിനെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാനല്ലേ എന്നൊരു തോട്ടും കൂടെ എനിക്കൊരു സൈഡ് കൂടെ പോകുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് തിങ്, അനീഷ് ബിഗ് ബോസിൽ കയറി ഇത്രയും ദിവസമായി, ഇനി ബിഗ് ബോസ് എൻഡ് ചെയ്യാൻ ഒരു 9 days or 5 days ഉള്ള ഈ ഒരു ടൈമിൽ ഈ ഒരു കണ്ടന്റ് കൊണ്ടുവന്നത് അനീഷിൻ്റെ വോട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊരു സാധനമുണ്ട്. അനീഷിന് എഗെയിൻസ്റ്റ് വർക്ക് ചെയ്യുന്ന PR ടീമിൻ്റെ ഇറക്കലാണോ? ഇങ്ങനെ കുറേ കോൺസെപ്റ്റൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ ഈ അനീഷിൻ്റെ അനിയൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് കേൾക്കാം. അതിനുശേഷം ഞാനും ആ FIR റിപ്പോർട്ട് എന്താണെന്നുള്ളത് നോക്കാം. ഡിവോഴ്സ് ആയിട്ട് 5-6 കൊല്ലായി. അവർ രണ്ടാളും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഡിവോഴ്സ് ആവാന്ന്. പിന്നെ ആ സ്ത്രീ നല്ല ജീവിതമായിട്ട് മുന്നോട്ട് പോകണു, അനീഷിന്റെ രീതിയിലായിട്ട് മുന്നോട്ട് പോകണു. ഇനി ഇതിലെന്തിനാണ് ഇങ്ങനെ ഈ വീഡിയോ ഇട്ട് കുത്തിപ്പൊക്കണെന്നാണ് ഞാൻ ആലോചിക്കണത്. വളരെ മോശം കാര്യം. ഇത് ആര് വിജയിക്കാൻ വേണ്ടിയിട്ടാണ്? കറക്റ്റാ, ഞാനൊരു വീഡിയോയിൽ ഇൻട്രോയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് അനീഷിൻ്റെ അനിയനും പറയുന്നത്. 5-6 കൊല്ലം മുമ്പ് ഉണ്ടാവുന്ന ഒരു ഡിവോഴ്സും അതിൻ്റെ ഇഷ്യൂയും കാര്യങ്ങളും ഇപ്പം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഡിസ്കസ് ചെയ്തുകൊണ്ട് എന്താ കിട്ടാൻ പോകുന്നത്? ഒന്നുമെങ്കിൽ ജയിക്കും, ഒന്നെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ അവിടെ പറയേണ്ട ആവശ്യമില്ല. ഒറ്റ റീസണേ ഉള്ളൂ, അനീഷിന് ഇപ്പം നല്ല സപ്പോർട്ടുണ്ട്. അനീഷ് മേ ബി വിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആ ചാൻസ് അങ്ങ് കളയാൻ വേണ്ടി അനീഷിനെ പബ്ലിക്കിന് മുമ്പിൽ അങ്ങ് നാണം കെടുത്താൻ വേണ്ടി ഡിസ്കസ് ചെയ്തൊരു സാധനം എന്നേ പറയാൻ പറ്റും. ഇനി നമുക്ക് ഞാൻ ഈ സൈഡിൽ അതിൻ്റെ ഒരു FIR കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഈ ഒരു FIR എഴുതുമ്പോൾ ഒരു ബേസിക് മാനേഴ്സ് വേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഏറ്റവും വലിയ കോമഡി, ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാനിവിടെ നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് അല്ലെ കാണിച്ചു തരാം. അനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഏജ് എഴുതിയത് 20, അമ്മേൻ്റെ ഏജ് എഴുതിയത് 25, ആൻ്റണി അച്ഛൻ്റെ ഏജ് എഴുതിയത് 25, അബീഷിൻ്റെ ഏജ് എഴുതിയത് 20. ഇതെന്ത് ബേസിസിലാണെന്നുള്ള എനിക്കറിയില്ല. ഇതൊരു ഫേക്ക് മാനിപ്പുലേറ്റീവ് FIR ആണോ ഒന്നും അറിയില്ല, എന്തായാലും അവിടെ കിടക്കട്ടെ. ഇതിന് താഴെ ഫസ്റ്റ് ഇൻഫോർമേഷൻ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു പാരഗ്രാഫ് മാത്രം ഒന്ന് വായിക്കാം. 1 മുതൽ 4 കൂടിയ പ്രതികൾ എന്ന് വെച്ചാൽ അനീഷ്, അച്ഛൻ, അമ്മ, അനിയൻ. 1-ാം പ്രതി ക്രിസ്ത്യൻ മതാചാര പ്രകാരം ഒരു തീയതി ആവലാതിക്കാരിയെ വിവാഹം കഴിച്ച് ഒരു മിനിറ്റ്, ഇത് ഭയങ്കര പ്രിൻ്റ് ആയതുകൊണ്ട് ക്ലിയർ ആവുന്നില്ല. കോടനരിയിലുള്ള അയാളുടെ വീട്ടുപേരാന്ന് തോന്നുന്നു. പ്രതിയുടെ വീട്ടിൽ താമസിച്ച് വരവെ 22/2/2019 തീയതി മുതൽ 15/10/2019 തീയതി വരെ ആവലാതിക്കാരിക്ക് സൗന്ദര്യം കുറവാണെന്ന് പറഞ്ഞ് ആവലാതിക്കാരിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും മനഃപൂർവ്വം ചതി ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി വിവാഹം ചെയ്ത ശേഷം ആവലാതിക്കാരിയെ ലഭിക്കേണ്ടതായ സ്നേഹത്തോടെയുള്ള ദാമ്പത്യബന്ധം പുലർത്തി ജീവിക്കാതെയും 1 മുതൽ 4 കൂടിയ പ്രതികൾ അസഭ്യം പറഞ്ഞ് മറ്റു
ഒരുമിച്ച് ഇത് ഇത്രയേ ഇവിടെ ഈ ഒരു പാരഗ്രാഫിൽ ഉദ്ദേശിക്കുന്നത്. അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഈ പെർട്ടിക്കുലർ സ്ത്രീനെ അവരുടെ കളറിൻ്റെ പേരിലും അവരുടെ സൗന്ദര്യത്തിൻ്റെ പേരിലും അവരുടെ അടുത്ത് വളരെ മോശമായിട്ട് പെരുമാറിയിരുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൻ്റെ സത്യാവസ്ഥ എന്താണ്, ഇതൊരു മാനിപ്പുലേറ്റഡ് കേസാണോ എന്ന് അറിയാത്തിടത്തോളം കാലം ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. ആൻഡ് സെക്കൻഡ് തിങ്, രണ്ടുപേരും ഡിവോഴ്സ് വാങ്ങി സെപ്പറേറ്റ് ആയി ജീവിക്കുന്ന ഈ ടൈമിൽ അനീഷിനും ആ വൈഫിനും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇത് പുറത്തു കൊണ്ടുവന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആയിക്കോട്ടെ, കുഴപ്പമില്ല, ദാറ്റ്സ് ഫൈൻ. എനിക്ക് പേഴ്സണലി ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പം കറൻ്റ് അഭിപ്രായം പറയാൻ പറ്റില്ല. കാരണം അനീഷിൻ്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ലേഡി അവരുടെ സൗണ്ട് കൊണ്ട് അവരനുഭവിച്ച കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്ത് പറയും. ഞാനിവിടെ അനീഷിൻ്റെ PR ആയതുകൊണ്ടല്ല, കാരണം ഇങ്ങനത്തൊക്കെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വിഷയം സംസാരിക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് സൈഡും കേൾക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എന്തായാലും 5 കൊല്ലത്തിന് ശേഷം ഈ വിഷയം ഇവിടെ വന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് ഊഹിച്ചറിയാലോ. അങ്ങനെ ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡ് ഉണ്ടായിരുന്നു. ആരും ഔട്ടൊന്നും ആയിട്ടില്ല. സാബുമോൻ ആദില ഒക്കെയാണ് നിൽക്കുന്നത്. അതിൽ മിക്കവാറും സാബു ഓർ ആദില പോകുമെന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. അതോടെ കിടക്കട്ടെ. ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ അനുമോളുടെ കണ്ടന്റുമായി ബന്ധപ്പെട്ടിട്ട്, അനുമോൾ അനീഷ് ലവ് കണ്ടന്റുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. ഫസ്റ്റ് തിങ്, എൻ്റെ പൊന്നനുമോളെ ഇത്രത്തോളം ആവലാതി പുറത്ത് ചെന്ന് എൻ്റെ കല്യാണം നടക്കുമോ എന്നുണ്ടായിരുന്നെങ്കിൽ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കളി കളിക്കരുതായിരുന്നു. ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ അനീഷേട്ടന് പുല്ലിട്ട് കൊടുത്തത് കൊണ്ടാണ് ലാലേട്ടൻ വരെ എടുത്ത് ചോദിച്ചതും ലാലേട്ടൻ വരെ പല കാര്യങ്ങളും പറഞ്ഞത്. അപ്പം ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തു കഴിഞ്ഞ് പിന്നെ അയ്യോ എൻ്റെ കല്യാണം നടക്കുമോ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് പല കോർണറിൽ പോയി ഈ ആവലാതിക്കേണ്ട. ഓക്കെ, പ്രണയമാണോ, പ്രേമമാണോ, അതോ സ്നേഹമാണോ, അതോ ഒരു അനുകമ്പയാണോ, എന്താണ് അങ്ങയുടെ മനസ്സിൽ? ഈ ലാലേട്ടൻ പറഞ്ഞ ഈ എല്ലാം കൂടിയിട്ടുള്ള ഒരു വികാരമാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാനത് ഓപ്പണായിട്ട് പറഞ്ഞു. അപ്പോൾ ഒരു സമാധാനം കിട്ടി? അതെ അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ടാണോ ഞാനൊരു ചപ്പാത്തി മാറ്റി വെക്കുന്നു, എന്താ കഴിക്കാതെ, അതല്ലാതെ ഒരു കൺസിഡർ ചെയ്യുക എന്നുള്ളതാണല്ലോ. ഒരു സഹവർത്തി അല്ലെങ്കിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരാളെ അക്സെപ്റ്റ് ചെയ്യുക, അയാളെ ഒരു ബഹുമാനം കൊടുക്കുക എന്നൊക്കെ പറയുന്നതാണ്. അങ്ങനെ ചോദിച്ചപ്പോൾ ഈ ഭക്ഷണം കൊടുക്കുന്ന കേസിൽ ഈ അനുമോളെ മാത്രം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവൻ ഒരു ഡയറി മിൽക്ക് കിട്ടിയാൽ തന്നെ എല്ലാ കണ്ടസ്റ്റൻസിനും ഒരുപോലെ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. പിന്നെ നമുക്കൊരു അട്രാക്ഷൻ ഉള്ള ഒരു വ്യക്തിൻ്റെ അടുത്ത് നമുക്ക് കുറച്ചൊരു കെയർ വരും. പിന്നെ എല്ലാവരും ഈ ഒരു സാധനത്തിന് സ്ട്രാറ്റജി ആയിട്ടും ഈ പെർട്ടിക്കുലർ വ്യക്തി ഇതൊരു ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു സാധനമായിട്ടൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഉപയോഗിച്ച ഒരു സാധനമാണെങ്കിൽ ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ച് വളരെ പരസ്യമായിട്ട് എനിക്ക് ഇങ്ങനൊരു ഇമോഷൻ അനുമോളുടെ അടുത്തുണ്ട് എന്ന് ഇയാൾക്ക് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അല്ല, എനിക്ക് സന്തോഷം തോന്നി. ഒരാൾ നമ്മളെ ഇഷ്ടം അറിയിക്കുക എന്ന് പറയുന്നത് അത് വലിയ സന്തോഷമുള്ള ഒരു കാര്യം. എന്നെ സംബന്ധിച്ച് അത് എനിക്ക് ഇഷ്ടമാണെന്ന് ഒരാൾ വെറുതെ പറയില്ലല്ലോ. നമ്മൾ അറിഞ്ഞ് നമ്മുടെ സ്വഭാവം അറിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് അറിയുന്നുണ്ടെങ്കിൽ മാത്രമാണ്, നമ്മൾ അത്ര സ്നേഹിക്കുന്നുണ്ടെങ്കിലാണ് ഒരാൾ നമ്മുടെ അടുത്ത് ഇഷ്ടം പറയുന്നത്. അപ്പം എനിക്ക് അതെ 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 ഇങ്ങനെ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അനുമോള് ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ച് റെസ്പോണ്ട് ചെയ്യുന്നത് ഈ രീതിയിലാണെങ്കിലും പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള കേക്ക് കട്ടിങ്ങും അതിന് ശേഷം ആദിലേൻ്റെയും നൂറേൻ്റെയും എടുത്ത് പോയി നിന്ന് സംസാരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ മുമ്പിൽ ഫേക്ക് ചെയ്തു എന്നാണ് തോന്നുന്നത്. ഇപ്പം ഇഷ്ടമാണെന്ന് പറഞ്ഞു, ആ സമയത്ത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കാണിച്ചു, ഭയങ്കര ചിരിയും കളിയും അതും ഇതൊക്കെയായി നിന്ന് എല്ലാവരുടെ അടുത്തും ചെന്ന് പറഞ്ഞ് എല്ലാവരുടെ അടുത്തും ചെന്ന് നോട്ടീസ് അടിച്ച് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാനതല്ല കണ്ടേ, എല്ലാവരുടെ അടുത്തും ചെന്ന് പറയാം. എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും മനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് അനുമോള് കുറച്ച് എന്തൊക്കെയൊക്കെയോ ഒരു കൺസേൺ കാണിച്ചത് കൊണ്ടാണ് അനീഷിന് ഇങ്ങനെ ഒരു ഇമോഷൻ തോന്നിയത് എന്നുള്ളത് മേ ബി ബിഗ് ബോസ് ഹൗസിലുള്ള ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടാവാം. ആ തോന്നലുകൾ അവരുടെ മനസ്സിൽ നിന്ന് മാറ്റാനും അങ്ങനെയൊന്നും അല്ല, ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, ഇങ്ങനെയാണ്, ഞാൻ അതാണ് ഇതാണ് എന്ന് കൺവേ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു മാന്യമായ വേഷം കെട്ടിയതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിലും എനിക്കൊരു ചെറിയ സംശയമില്ലായികയില്ല. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഹാപ്പിയാണ്, അതാണ് ഇതാണ്, ഓക്കെ. അത് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ കേട്ടോ. നന്നായിട്ടുണ്ട്. അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണ്ടേ? ഇനി കാട് കയറണം കേട്ടാ. ഭയങ്കര ടെൻഷൻ. മനുഷ്യരെ എന്തെങ്കിലും പ്രതീക്ഷിക്കുമെന്നൊരു പേടി മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ആളുകളും വരില്ല.
അതാണ് അനുമോളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടെൻഷൻ. അനീഷ് എന്തെങ്കിലും പ്രതീക്ഷിക്കുമോ, ലാലേട്ടൻ പറഞ്ഞതിൽ കൂടെ അനീഷിന് എന്തെങ്കിലും ഹോപ്പ് കിട്ടിയോ, ഈ സാധനങ്ങളൊക്കെയാണ്. അനീഷ് എന്ന് പറയുന്നത് ഓൾറെഡി കല്യാണം കഴിച്ച് കുറച്ച് മെച്യൂർ ആയിട്ടുള്ള വ്യക്തിയാണ്. പൊതുവേ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഹിന്ദി ബിഗ് ബോസിലാണെങ്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു ലവ് സ്ട്രാറ്റജി ഡെവലപ്പ് ആയാൽ പിന്നെ അത് റിജക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ അവർ രണ്ടുപേരുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രശ്നങ്ങളുമാണ്. ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല. സോ സിമ്പിൾ. ആൾ പറഞ്ഞു, അനു റിജക്റ്റ് ചെയ്തു, പുള്ളി ആ വിഷയം ആ സ്പോട്ട് വിട്ടു. അനു ആണ് പിന്നെ കടന്ന് ബിഗ് ബോസ് ഹൗസ് ഫുള്ള് നോട്ടീസ് അടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇവിടെ അത്രയേ ഉള്ളൂ. ഇത് ഇത്ര വലിയ സീനാക്കി, ഇത്ര വലിയ ടോപ്പിക്കായി, ഇത്ര വലിയ വിഷയമാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുള്ളി വിട്ട് അനു വിടാൻ നോക്കുക, അനു അതിൽ പിടിക്കാണ്ടിക്ക്. അനു ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചോളൂ. പുള്ളി അതൊന്നും പറഞ്ഞ് വരുന്നില്ല. ലാലേട്ടൻ്റെ ഒരു വാക്ക് കൂടിയാണോ ഹോപ്പ്? അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഒരു ഗേളിന് ഒരു ബോയിനെ ഇഷ്ടമാണെങ്കിൽ ഒരു ബോയ്ക്ക് ഗേളിന് ഇഷ്ടമാണോ അത് അവർക്ക് തോന്നണ്ടയാണ്. ഓപ്പോസിറ്റിൽ ആൾക്കാർ പറഞ്ഞുകൊണ്ട് ഇതിന് മാറ്റമൊന്നും വരാൻ പോകില്ല. പിന്നെ ഞാൻ സംസാരിക്കാൻ വേണ്ടി പോയി പുള്ളി എടുത്ത്. അപ്പോ പുള്ളി എനിക്ക് സംസാരിക്കണ്ട, ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്തെന്നൊക്കെ പറഞ്ഞു. അത്രയേ ഉള്ളൂ. വളരെ ഡീസൻ്റ് ആയിട്ട് പറഞ്ഞു, എനിക്ക് സംസാരിക്കേണ്ട, ഈ ചാപ്റ്റർ ഇവിടെ ഞാൻ ക്ലോസ് ചെയ്യുന്നു. അവിടെ അനുമോൾ ഇത് കട്ട് ചെയ്യണം. നിങ്ങളുടെ രണ്ടുപേരുടെ ഉള്ളിൽ അതങ്ങ് സോൾവ് ചെയ്താൽ ഈ വിഷയം ഇവിടെ തീരും. അത് ബിഗ് ബോസിലുള്ള ആദ്യം ആദില, പിന്നെ അത് ചെന്ന് നൂറ, പിന്നെ ഷാനവാസ്, പിന്നെ അക്ബർ, എല്ലാവരുടെ അടുത്തും ചെന്ന് പറയുന്നു. വീട്ടുകാരതിൻ്റെ ഇൻ്റർവ്യൂ കൊടുക്കുന്നു, നാട്ടുകാരതിൻ്റെ ഇൻ്റർവ്യൂ കൊടുക്കുന്നു. ഇപ്പം ഇത് ഡിസ്കസ് ചെയ്യുന്ന വലിയൊരു ടോപ്പിക്കായി മാറിയിട്ടുണ്ട്. എന്തിനാണ് നിൽക്കുന്നത്? രണ്ടുപേരും നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യും. അനുമോൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോളെയും കുറ്റം പറയുന്ന എത്രയോ ആൾക്കാർ എൻ്റെ കമൻറ്റ് നോക്കിയാൽ കാണാം. എന്നാൽ അനുമോളുടെ ഫാൻസ് അനീഷിനെ കുറ്റം പറയുന്നത്. നിങ്ങളുടെ രണ്ടുപേരും ഇത് ബാധിക്കുന്നേ എന്നൊരു കോമൺ സെൻസ് വേണം. ഒരുപക്ഷെ എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അത് താങ്ങാനുള്ള ഒരു മനക്കരുത്തില്ലാത്തായിരിക്കും. പക്ഷെ എന്ത് പറയാനാണ് പോയത്? പറയാൻ പോയത് ചേട്ടാ ഇങ്ങനെ ഇഷ്ടമില്ലെന്ന് പറയത്തില്ല. കാരണം നമുക്ക് എല്ലാവർക്കും ചേട്ടന് ഇഷ്ടമാണ്. ചേട്ടൻ്റെ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് പുള്ളിയെടുത്ത് സ്നേഹമുണ്ട്. പക്ഷെ അത് ഒരു എന്താ പറയണ്ടേ, സമയമൊന്നുമല്ല. അല്ല ലാലേട്ടാ, ഞാൻ അങ്ങനെ ചേട്ടനെ അങ്ങനെ ആ രീതിയിൽ കണ്ടിട്ടില്ല. അതാണ് ലാലേട്ടാ പുള്ളിയെടുത്ത് നിറച്ച്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ അതിൻ്റെ ഇടയിൽ നൈസായിട്ട് സ്കോർ ചെയ്യാൻ നോക്കുന്നുണ്ട്. അക്ബർ ആണെങ്കിലും അല്ലെങ്കിൽ ഇനി നിവിനാണെങ്കിലും അത് രണ്ട് സെൻസിൽ നമുക്ക് എടുക്കാം. ഒന്നെങ്കിൽ വളരെ തമാശ എന്ന സെൻസിൽ എടുക്കാം, അല്ലെങ്കിൽ നൈസായിട്ട് അനുവിനൊരു കൊട്ടു കൊടുത്തു എന്ന സെൻസ്. എന്തൊക്കെയാണെങ്കിലും വളരെ ഓപ്പണപ്പ് ആയിട്ട് സ്റ്റേജിൽ അനു പറയുന്നുണ്ട്, ഇല്ല കല്യാണം കഴിക്കുന്ന ഒരു ഇതിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് അനു വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളവർ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ബിഗ് ബോസിന് TRP റേറ്റ് കിട്ടുന്ന ഒരു കണ്ടൻറ്റാണ്. ബിഗ് ബോസ് അത് വിട്ട് കളിക്കാൻ പോകുന്നില്ല. നിങ്ങളെങ്കിലും അത് മനസ്സിലാക്കി നിങ്ങളുടെ സൈഡിൽ നിന്നാവണം. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ പോകുന്ന സമയം ഈ തുണി വാങ്ങി നിറയ്ക്കലും മേക്കപ്പ് വാങ്ങി നിറയ്ക്കലും PR റെഡിയാക്കുന്നതിനും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? ബിഗ് ബോസ് ഗെയിം എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ നിൽക്കണം, എങ്ങനെ സെൽഫ് കൺട്രോൾ ചെയ്യണം, എങ്ങനെ ആങ്കർ കൺട്രോൾ ചെയ്യണം. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ബിഗ് ബോസ് പോകുമ്പോൾ പഠിക്കുന്നത്. വായിൽ വരുന്ന വാക്കുകൾ എങ്ങനെ ശ്രദ്ധിക്കണം, എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യണം. അതൊന്നും പഠിക്കൂല. കുറേ ഡ്രസ്സും കുറേ മേക്കപ്പ് സാധനവും കുറച്ച് PR ആയിട്ട് എല്ലാവരും ബിഗ് ബോസിലോട്ട് ഓടി പോയിക്കോളും. പുള്ളിയെടുത്ത് നിറച്ച് സ്നേഹമുണ്ട്. ഉപരി എനിക്ക് കല്യാണം കഴിക്കാനുള്ള ആ ഒരു സ്നേഹം അല്ലാതെ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. വിഷയം കഴിഞ്ഞു. വേറെ സീനൊന്നുമില്ല. ഇത്രയേ പറയാനുള്ളൂ. ആ ടോപ്പിക് ഇവിടെ തീർന്നിരിക്കുന്നു. സോ ഗൈസ്, ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബൈ.